സജി മഞ്ഞക്കടമ്പിലിന്റെ രാജിയിൽ കടുത്ത അതൃപ്തിയിൽ കോൺഗ്രസ് നേതൃത്വം. സജിയുടെ രാജി മുന്നണി പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതൃപ്തി കോൺഗ്രസ് PJ ജോസഫിനെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇത്തരത്തിൽ സജി മഞ്ഞക്കടമ്പൻ രാജിവെച്ച കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. PJ ജോസഫിന് തന്നെ കോൺഗ്രസ് നേരിട്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായിട്ടും അഞ്ജന, നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിസന്ധി UDF-നെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം UDF-ൽ കടുത്ത പ്രതിസന്ധിയായി സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയത്തെ കാര്യമായ സംഘടനാ ശക്തിയില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ ഒരുപാടുണ്ടെങ്കിലും അണികളില്ലാത്ത ഒരു പാർട്ടിയാണ് ജോസഫ് എന്ന ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു വികാരം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ PJ ജോസഫിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകുകയായിരുന്നു. അതിനിടയിലാണ് അവരുടെ ആഭ്യന്തര പ്രശ്നം, അതായത് ജോസഫ് വിഭാഗത്തിലെ ആഭ്യന്തര പ്രശ്നം ആ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത്. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു കടുത്ത എതിർപ്പ്, അതായത് ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടിയിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം പൊതുജന സമക്ഷത്തിലേക്ക് വലിച്ചഴിച്ചത് ശരിയായില്ല. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് PJ ജോസഫിനെ കോൺഗ്രസ് നേതാക്കന്മാർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പല നേതാക്കന്മാരും സജി മഞ്ഞക്കടമ്പനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം പിടികൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്നലെ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തെ ബന്ധപ്പെട്ടുവെങ്കിലും മുന്നേ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ താൻ പല ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള യാതൊരു ഇടപെടലും നടത്താത്ത സാഹചര്യത്തിൽ ഇനിയും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നുള്ള ഒരു വികാരമാണ് സജി മഞ്ഞക്കടമ്പൻ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഈ പ്രശ്നം പറഞ്ഞു തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ PJ ജോസഫിനെ അറിയിച്ചിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് ജോസഫ് വിഭാഗം നേതാക്കന്മാർ മുന്നണി നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കടുത്ത ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലുമാണ് UDF എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വരും ദിവസങ്ങളിൽ അത് UDF-നെ കൂടുതൽ കലുഷിതമാക്കുവാൻ തന്നെയാണ് സാധ്യത. അത്തരം ഒരു സാഹചര്യത്തിലാണ് ട്രാൻസ്ഫോർമേഷന്റെ പ്രധാന പ്രവർത്തനങ്ങളെയും ഈ സാഹചര്യം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സജി മഞ്ഞക്കടമ്പന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ നേതാക്കന്മാർ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അഞ്ജന, സനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സജി മഞ്ഞക്കടമ്പിലിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സനോജ്, അതായത് ഇത്തരത്തിൽ സജി മഞ്ഞക്കടമ്പിലിനെ പോലുള്ള ഒരു നേതാവ് പാർട്ടിക്ക് പുറത്തു പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കുമെന്നതിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. ചുവട് പിടിച്ച എത്ര പേർ ഇനി പോകും എന്നതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലും വലിയ അതൃപ്തി ഉണ്ടാകുന്നു. കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ജോസഫിനെ ഈ ഒരു അതൃപ്തി പരസ്യമായി തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നം ഇത്തരത്തിൽ വലിയൊരു വിഷയമാക്കി മാറ്റുകയും സജി മഞ്ഞക്കടമ്പിൽ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടിയാകും എന്നതിൽ തർക്കമൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന വികാരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. കാരണം മുന്നണിയുടെ കെട്ടുറപ്പിനെയും സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയും ഒക്കെ ഇത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം വഷളാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ പാർട്ടി നേതൃത്വത്തിൽ, അതായത് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കോൺഗ്രസ് പങ്കുവച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സീറ്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും DCC പ്രസിഡന്റ് നാട്ടക സുരേഷും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഒട്ടുമേ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മുന്നണിയിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല എന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകാൻ തയ്യാറായത്. അങ്ങനെ വിട്ടു നൽകുമ്പോൾ പ്രവർത്തിക്കാൻ അണികളില്ലാത്ത തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് മുൻപോട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു പ്രവർത്തനം അത്തരത്തിൽ നടക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർട്ടി നേതൃത്വവുമായി കടുത്ത അമർഷത്തിലും അകൽച്ചയിലുമായിരുന്നു സജി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് സജിയെ പല തവണ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ മോൻസ് ജോസഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് ഒരു വികാരമാണ് സജി മഞ്ഞക്കടമ്പൻ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ സ്വന്തം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കി എന്നുള്ള ഒരു വികാരമാണ്. അങ്ങനെ അടിമയായി താൻ തുടരാൻ
ആഗ്രഹിക്കുന്നില്ല എന്നൊരു വികാരമാണ് സജി ഇന്നലെ പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. എന്തായാലും ഇത് മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കോൺഗ്രസ് ജോസഫിനെ നേരിട്ട് വിളിച്ചു തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണം, പാർട്ടിയിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു എന്ന ഒരു വികാരമാണ് കോൺഗ്രസ് നേതാക്കൾ ജോസഫിനെ വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കടുത്ത പ്രതിസന്ധിയിലാണ് UDF എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. സജിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പൊ തന്നെ UDF നേതൃത്വവുമായി ചർച്ച നടത്തി വീണ്ടും ജോസഫ് ഗ്രൂപ്പിലേക്ക് മടങ്ങിപ്പോകുമോ, അതല്ല താൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ഇനി ഉള്ള മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടത്. അഞ്ജന. സനൂജ് സുരേന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.